ചൈനയിൽ നടന്ന ഒരു കൊലപാതക പരമ്പരയുടെ കഥ. ഇവിടെ കഥ തുടങ്ങുന്നത് ഒരു പെൺകുട്ടി ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി വരികയാണ്. ഓടി വന്നുകൊണ്ട് ഒരു മെസ്സേജ് കാണിക്കുന്നു. തന്റെ മൊബൈലിൽ കിട്ടിയ ഒരു മെസ്സേജ് കാണിക്കുന്നു. തന്റെ മൂത്ത സഹോദരൻ തന്റെ ഇളയ സഹോദരനെ കൊലപ്പെടുത്തിക്കൊണ്ട് ഒളിച്ചോടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ മെസ്സേജ്. പോലീസ് സ്റ്റേഷനിലെ ഓഫീസറെ കാണിക്കുകയും ആ പോലീസ് ഓഫീസർ മറ്റുള്ള എല്ലാ പോലീസുകാരെയും വിളിച്ചുകൊണ്ട് ആ ഒരു കൊലപ്പെടുത്തിയ ആ വ്യക്തിയെ അന്വേഷിക്കുന്നതിന് വേണ്ടി പുറപ്പെടാൻ വേണ്ടി തയ്യാറാകണം എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് ഈ പെൺകുട്ടി ഒരു കാര്യം കൂടി വെളിപ്പെടുത്തുന്നു. ഈ മെസ്സേജ് തനിക്ക് ചില സംശയങ്ങളുണ്ടെന്നും ഈ മെസ്സേജ് തൻ്റെ സഹോദരനല്ല അയച്ചത് എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ പോലീസുകാരൻ ചോദിക്കുന്നു, ഇത്രയും വിശദമായി തന്നെ തൻ്റെ സഹോദരനെ കൊലപ്പെടുത്തി താൻ അബദ്ധത്തിൽ ചെയ്തതാണ്, അങ്ങനെ ഞാൻ ഒളിച്ചോടുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുന്നു. പിന്നീട് ഞാൻ തട്ടി വിളിച്ചു, അപ്പോൾ നീ ഉണരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു സ്ഥലത്ത് കൊക്കയിലേക്ക് തള്ളിയിടുകയാണ്, ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട, ഇനി ഞാൻ ഒളിച്ചോടുകയാണ്, എന്നെ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇത്രത്തോളം പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ആ പെൺകുട്ടി ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. തൻ്റെ മൂത്ത സഹോദരന് എഴുത്തും വായനയും അറിയില്ല, പിന്നെ എങ്ങനെയാണ് ഇത്രത്തോളം കൃത്യമായി ഗ്രാമറുകളും കുത്തും കോമയും എല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു മെസ്സേജ് അയക്കുന്നത്. അപ്പോഴാണ് ഇതെല്ലാം പോലീസുകാരെയും കുഴക്കുന്നു. ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതിൽ ഒരു പോലീസുകാരൻ ഒരു ചെറിയ സംശയം, ആ പോലീസുകാരന്റെ സംശയമാണ് പിന്നീട് ഒരു വലിയ കൊലപാതക പരമ്പരകൾ തെളിയിക്കുന്നത്. നമുക്ക് കഥ തുടങ്ങാം. ചൈനയിൽ നടന്ന ഒരു സീരിയൽ കില്ലിങ്ങിന്റെ കഥ. ഇവിടെ വില്ലനല്ല, ഒരു വില്ലത്തിയാണ് ഈ കഥയുടെ പിന്നിലുള്ളത്. ഒരു ഡോക്ടറുടെ കൊലപാതക പരമ്പരകൾ. കഥ തുടങ്ങാം. അമേസിംഗ് മലയാളിയിലേക്ക് സ്വാഗതം. 2010 മെയ് മാസം സിയാങ് പ്രവിശ്യയിലുള്ള ഒരു ചൈനയിലെ ഒരു പ്രദേശമാണ് സിയാങ് പ്രവിശ്യ. ആ ഒരു പ്രദേശത്ത് ഒരു മെസ്സേജ് വരുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ പെൺകുട്ടി ആ മെസ്സേജ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കാണുന്നു. തനിക്ക് ഏകദേശം ഇത്തരത്തിലുള്ള ഒരു മെസ്സേജ് മുൻപെങ്ങോ കണ്ട് പരിചയമുണ്ട് എന്ന് ഒരു പോലീസുകാരന് സംശയം തോന്നി. അപ്പോഴാണ് ആ പോലീസുകാരൻ തൻ്റെ ഓർമ്മയിൽ നിന്നും ഒരു മെസ്സേജിന്റെ കാര്യം ഓർത്തെടുക്കുന്നത്. ഇതുപോലൊരു മെസ്സേജ് പണ്ട് കുറച്ചു കാലം മുൻപ് ഒരു പെൺകുട്ടി മിസ്സായപ്പോൾ ആ പെൺകുട്ടി എന്നെ അന്വേഷിക്കേണ്ട, ഞാൻ എൻ്റെ കാമുകന്റെ കൂടെ ഒളിച്ചോടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വന്നിരുന്നു. ഏകദേശം അതേ രൂപത്തിലുള്ള അതേ ഗ്രാമറും അതേ കുത്തും കോമയും എല്ലാം ചേർന്ന ഒരു മെസ്സേജ് ആയിരുന്നു അത്. അപ്പോഴാണ് പോലീസുകാർക്കും ഈ സംശയം ഉണ്ടാകുന്നത്, ചിലപ്പോൾ ഇത് വേറെ ആരെങ്കിലും അയച്ചതായിരിക്കാം. അപ്പോൾ ഇത് അന്വേഷിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരു ഡോക്ടറുടെ അനിയന്റെ ഭാര്യയാണ് ഒളിച്ചോടിപ്പോയി ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്തായാലും ഒന്ന് ആ ഡോക്ടറുടെ വീട് വരെയോ അല്ലെങ്കിൽ ക്ലിനിക്ക് വരെയോ പോയി ഒന്ന് അന്വേഷിക്കാം എന്ന് കരുതിക്കൊണ്ടാണ് പോലീസുകാർ ഇറങ്ങുന്നത്. വീട്ടിൽ പോയി അന്വേഷിക്കുന്ന സമയത്ത് ഡോക്ടർ ക്ലിനിക്കിലാണ്. അങ്ങനെ നേരെ ക്ലിനിക്കിലേക്ക് പോകുന്നു. ഒരു സാധാരണ ദിവസം പോലെ ആ ക്ലിനിക്ക് തുറന്നു വെച്ചിട്ടുണ്ട്. രോഗികളെല്ലാം കുറച്ച് രോഗികൾ കാത്തു നിൽക്കുന്നു, ചില രോഗികളെല്ലാം പരിശോധിച്ച് മടങ്ങി. ഈ പോലീസ് വരുന്നു. പോലീസ് വന്ന് ആ ഒരു ഡോക്ടറോട്, ആ വനിതാ ഡോക്ടറോട് കാര്യങ്ങൾ ചോദിക്കുന്നു. വനിതാ ഡോക്ടറുടെ പേര് സൂഹോങ്. അങ്ങനെ ആ സൂഹോങ്ങിനോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ്. സാധാരണ പോലെ തന്നെ വളരെ കൂളായിക്കൊണ്ട് തന്നെ ആ ഡോക്ടർ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു. എൻ്റെ അനിയൻ്റെ ഭാര്യയായിരുന്നു, അവര് ആരുടെ കൂടെ ഒളിച്ചോടി പോയിരിക്കുന്നു, പക്ഷെ ഈ ഒരു ഇപ്പോൾ അയച്ച മെസ്സേജുമായിട്ട് അവർക്ക് ബന്ധമുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ആ ഒരു ഒളിച്ചോടിപ്പോയ സ്ത്രീയെ പിന്നീട് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ സംസാരിക്കുന്നു. ഈ പോയ രണ്ട് സഹോദരന്മാരെ കുറിച്ച് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാം, നാട്ടിലുള്ള വളരെ ധനാഢ്യരായ രണ്ടുപേരാണ് അവരെ കുറിച്ച് അറിയാമെന്ന് തന്നെ പറയുന്നു. ഒന്നും യാതൊരുവിധ സംശയവും ആ പോലീസുകാർക്ക് ഉണ്ടാകുന്നില്ല. ഇതിനിടയ്ക്ക് ഒരു പോലീസുകാരൻ ഒന്ന് സിഗരറ്റ് പുകയ്ക്കാനായി മാറി നിൽക്കുമ്പോൾ ഈ ഹോസ്പിറ്റലിന്റെ പുറകുവശത്തു നിന്നും ഒരു പ്രത്യേക തരം മണം വരുന്നതായി ശ്രദ്ധിക്കുന്നു. ആ മണം അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു വലിയ കുഴി, ഒരു അടപ്പെല്ലാം ഇട്ടോ മൂടി വെച്ചിരിക്കുന്ന ഒരു വേസ്റ്റ് കുഴി കാണുന്നു. ആ കുഴിയിൽ നിന്നാണ് ഈ മണം വരുന്നത്. ഒരു സാധാരണ ഒരു മണമല്ല, അത് എന്തോ ചീഞ്ഞളിഞ്ഞ് ഒരു വലിയ ദുർഗന്ധം വരുന്നുണ്ട്. അപ്പോൾ ഈ പോലീസുകാരന് ചെറിയ സംശയം തോന്നി. ആ ഒരു മൂടി തുറന്നു നോക്കുകയാണ്. പക്ഷെ വളരെ ഇരുട്ടായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനൊന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഇദ്ദേഹത്തിന്റെ സംശയം മറ്റുള്ള പോലീസുകാരുമായി പങ്കുവയ്ക്കുന്നു.
അവിടെയുള്ള മുതിർന്ന ഒരു പോലീസുകാരന്റെ അഭിപ്രായം അനുസരിച്ച് ആളുകളെ കൊണ്ടുവന്ന് ഈ ഒരു ഹോള് തുറക്കുന്നു. അപ്പോഴാണ് അതിൽ നിന്നും ഈ മിസ്സിംഗ് ആയിപ്പോയ രണ്ട് സഹോദരന്മാരെയും കിട്ടുകയാണ്. പക്ഷേ അവിടെ വീണ്ടും ഒരു ട്വിസ്റ്റ് ഉണ്ടാകും. ഇതിനിടെ ഈ രണ്ട് സഹോദരങ്ങളുടെ മൃതശരീരങ്ങളും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ നിലയിൽ അതിൻ്റെ ഉള്ളിൽ നിന്നും കണ്ടെത്തിയെങ്കിലും അതിലിറങ്ങിയാൽ പറയുന്നു ഇതിൽ പിന്നെയും ചില അസ്ഥികൾ കാണുന്നു. അങ്ങനെ പോലീസ് ആ വനിതാ ഡോക്ടറെ അറസ്റ്റ് ചെയ്ത് വിശദമായി അന്വേഷണം ആരംഭിച്ചു. ആദ്യത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ ആ സ്ത്രീ കാര്യങ്ങൾ വെളിപ്പെടുത്തി. ഇവിടെയാണ് കഥയുടെ തുടക്കം. ഈ സൂഹോങ് എന്ന പെൺകുട്ടി ഒരു കാർഷിക കുടുംബത്തിലാണ് ജനിച്ചത്. പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നത് കൊണ്ട് തന്നെ, പഠനത്തിൽ ഉന്നത നിലവാരത്തിൽ തന്നെ എത്തിയത് കൊണ്ട് തന്നെ ആ കുട്ടി നഗരത്തിൽ പോയി ഒരു മെഡിക്കൽ പഠനം പൂർത്തിയാക്കുന്നു. ഈ മെഡിക്കൽ പഠനം പൂർത്തിയാക്കുന്നതിനിടയിൽ തന്നെ ഒരു പ്രണയം മുട്ടിടുന്നു. ആ പ്രണയം പിന്നീട് വിവാഹത്തിലേക്ക് എത്തിച്ചേർന്നു. ഈ പെൺകുട്ടി, അതായത് ഈ സൂഹോങ്, പഠനശേഷം തൻ്റെ ഭർത്താവുമൊത്ത് ഒരു ചെറിയ ക്ലിനിക്ക് ആരംഭിക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ ക്ലിനിക്കെല്ലാം ആരംഭിച്ച് ഇരിക്കുന്ന സമയത്താണ്, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ സൂഹോങ് ഗർഭിണിയാകുന്നു. ഈ സമയത്ത് സൂഹോങ്ങിന് ഒരു കാര്യം മനസ്സിലാകുന്നു. തൻ്റെ ഭർത്താവായ ഈ ഡോക്ടർക്ക് മറ്റു പല പെൺകുട്ടികളുമായി അഫയേഴ്സ് ഉണ്ട്. അവർക്ക് അതിൽ വേറൊരു ഭാര്യയും മക്കളും വരെ ഉണ്ട് എന്ന കാര്യം തിരിച്ചറിയുന്നു. താൻ വഞ്ചിക്കപ്പെട്ടു എന്ന സത്യം മനസ്സിലാവുന്നതോടുകൂടി ഈ പെൺകുട്ടി ആകെ നിരാശയുടെ പടുകുഴിയിലേക്ക് നീങ്ങുന്നു. തിരിച്ച് നാട്ടിലേക്ക് വരികയും ആ ഒരു വില്ലേജിൽ ഒരു ചെറിയ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രൊസീജിയറുകൾ തുടങ്ങുകയും ചെയ്യുന്നു. ഇതിനിടയിൽ തൻ്റെ വയസ്സായ മാതാപിതാക്കളുടെയും ബാക്കിയുള്ള മറ്റുള്ള അവരുടെ സഹോദരിയുടെയും സഹോദരന്റെയും ചെറിയ രണ്ട് സഹോദരന്മാർ വേറെയുമുണ്ട്. ഇവരുടെയും എല്ലാം കാര്യങ്ങൾ നോക്കേണ്ട ഉത്തരവാദിത്തം കൂടി ഈ സൂഹോങ്ങിന്റെ തലയിൽ വരുന്നു. അങ്ങനെ സൂഹോങ്ങിന്റെ ക്ലിനിക്ക് അത്യാവശ്യം ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ അറിയപ്പെടുന്ന ഒരു ക്ലിനിക്കായി പെട്ടെന്ന് വളരുകയുണ്ടായി. ഈ സമയത്താണ് മറ്റൊരു സംഭവം കൂടി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. തൻ്റെ പ്രിയപ്പെട്ട അനിയത്തിയുടെ ഭർത്താവും തൻ്റെ ഭർത്താവിനെ പോലെ തന്നെ ധാരാളം പെൺകുട്ടികളുമായി വഴിവിട്ട ബന്ധം ഉള്ളവരും സ്ഥിര മദ്യപാനിയും വളരെ ക്രൂരമായി തന്നെ തൻ്റെ സഹോദരിയെ ആക്രമിക്കുന്നവനുമാണെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ ഒരു ദിവസം തൻ്റെ കുടുംബ വീട്ടിലേക്ക് വന്ന സഹോദരിയെയും ഈ സഹോദരിയുടെ ഭർത്താവിനെയും കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി സൂഹോങ് ശ്രമിക്കുന്നു. എന്നാൽ ഈ സഹോദരി പുറത്തുപോയ സമയത്ത് ഈ സൂഹോങ്ങിന്റെ അനിയത്തിയുടെ ഭർത്താവുമായി കടുത്ത വഴക്ക് ഉണ്ടാകുന്നു. തനിക്ക് വേറെ പല പെൺകുട്ടികളുമായി അഫയേഴ്സ് ഉണ്ട് എന്ന് സമ്മതിക്കുന്ന ഇയാൾ ഈ സൂഹോങ്ങിനെയും തൻ്റെ വെപ്പാട്ടിയായി വെച്ചോളാം എന്ന് പറയുന്നു. അങ്ങനെ അത് കേട്ട് അരിശം മൂത്ത സൂഹോങ് അവിടെ ഉണ്ടായിരുന്ന ഒരു ബിയർ ബോട്ടിൽ അടിച്ച് പൊട്ടിക്കുകയും അത് ഈ സഹോദരിയുടെ ഭർത്താവിന്റെ വയറ്റിലേക്ക് ആഴത്തിൽ കുത്തിയിറക്കുകയും ചെയ്യും. ഒറ്റക്കുത്തിൽ തന്നെ മരണപ്പെട്ട ഈ സൂഹോങ്ങിന്റെ അനിയത്തിയുടെ ഭർത്താവിനെ കുഴിച്ചിടുന്ന കാര്യത്തിൽ ആ വീട്ടിൽ വലിയ കാര്യങ്ങളൊന്നും മറ്റുള്ളവർ ചർച്ച ചെയ്യാതെ തന്നെ തൻ്റെ കൃഷിയിടത്തിലേക്ക് ഈ പെൺകുട്ടിയുടെ പിതാവും, അതായത് സൂഹോങ്ങിന്റെ പിതാവും ഈ സൂഹോങ്ങും ചേർന്ന് ആ കൃഷിയിടത്തിൽ കുഴിച്ചിടുന്നു. നാട്ടിലെ ആളുകളോട് ഇദ്ദേഹം വേറൊരു ചൈനീസ് പ്രവിശ്യയിലേക്ക് ജോലിക്ക് പോയതാണ് എന്നാണ് എല്ലാവരോടും പറഞ്ഞത്. ഇതിനെക്കുറിച്ച് വളരെ ക്രൂരനായ ഭർത്താവായതുകൊണ്ട് തന്നെ സഹോദരി ഇതിനെക്കുറിച്ച് വേറൊന്നും അന്വേഷിച്ചതുമില്ല. ഈ കാര്യങ്ങൾ അറിയാവുന്ന സൂഹോങ്ങിന്റെ പിതാവും ഈ കാര്യം മറ്റാരോടും പറഞ്ഞതുമില്ല. അങ്ങനെയിരിക്കെ സൂഹോങ്ങിന് മറ്റൊരു ഇൻസിഡന്റ് കൂടി സംഭവിക്കുന്നു. അതായത് സൂഹോങ്ങിന്റെ അതായത് ചെറിയ അനിയന്റെ ഭാര്യ മറ്റൊരാളുമായി വളരെയധികം അഫയേഴ്സ് ഉണ്ടായിരുന്നു. ഒരു ദിവസം വീട്ടിലേക്ക് വന്ന അവർ അത് നേരിട്ട് കാണുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് ഒരു വഴക്കുണ്ടാകുന്നു. ഈ സൂഹോങ് ഒരു കാര്യം അപ്പോൾ ചെയ്തത്, സൂഹോങ് ഈ കാര്യങ്ങളെല്ലാം മറന്ന മട്ടിൽ നടക്കുകയും പിന്നീട് സൂഹോങ് ഇവരെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കഴുത്തിലൊരു കയർ മുറുക്കിക്കൊണ്ട് ഇവരെ കൊല്ലുന്നു. അങ്ങനെ സൂഹോങ്ങിന്റെ അനിയന്റെ ഭാര്യയെ കൊന്ന ശേഷം
ഇത് തൻ്റെ പിതാവിനെ ഉൾപ്പെടുത്താതെ നേരിട്ട് തൻ്റെ ക്ലിനിക്കിലേക്ക് ഒരു ഓട്ടോറിക്ഷയിൽ, അവരുടെ കുടുംബ വീട്ടിലുണ്ടായിരുന്ന കൃഷിയിടത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഓട്ടോറിക്ഷയിൽ തനിയെ കയറ്റി കൊണ്ടുപോയി ആ പിറ്റിലിടുന്നു. അതാണ് പിന്നീട് പോലീസ് അന്വേഷിക്കുന്ന സമയത്ത് വീണ്ടെടുത്ത അസ്ഥികൂടത്തിന്റെ അവശിഷ്ടങ്ങളായി കാണുന്നത്. പിന്നീട് ഈ ഒരു കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഒരു സ്ത്രീയുടെ, അതായത് സൂഹോങ്ങിന്റെ മാതാപിതാക്കൾ മരണപ്പെടുന്നു. തൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ തൻ്റെ തലയിലായെങ്കിലും എല്ലാ കാര്യങ്ങളും വളരെ സമർത്ഥമായി തന്നെ കൈകാര്യം ചെയ്യാൻ സൂഹോങ്ങിന് കഴിഞ്ഞു. അതിനിടയ്ക്കാണ് ഏറ്റവും ചെറിയ അനിയന് മാരകമായ ഒരു അസുഖം ഉണ്ടാകുന്നു. ഈ അസുഖം ചികിത്സിക്കാനുള്ള എമൗണ്ട് തൻ്റെ കയ്യിലില്ല. തൊട്ടടുത്തുള്ള തൻ്റെ ഏറ്റവും വലിയ ഒരു ഭൂവുടമയായ ലിയോനോട് ഈ കാര്യം പറയുന്നു. അദ്ദേഹം പണം കൈമാറുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഒരാവശ്യം ഉണ്ടായിരുന്നു. അത് ഈ സ്ത്രീയുമായി ഒരു സ്ത്രീ ശരീരം വേണം എന്ന കാര്യമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. വേറെ നിവൃത്തിയില്ലാതെ സൂഹോങ് ഇതിനെ സമ്മതിക്കുന്നു. അങ്ങനെ സൂഹോങ് ഈ ലാൻഡ് ലോഡുമായി, ഈ ഭൂവുടമയുമായി ബന്ധം സ്ഥാപിക്കുന്നു. അങ്ങനെ ഇത് ഇടയ്ക്കിടയ്ക്ക് തുടരുന്നതിനിടയിലാണ് ഈ സൂഹോങ്ങിന് പണം കൊടുത്ത ആ ലാൻഡ് ലോഡ്, 64 വയസ്സുകാരനായ ആ ലാൻഡ് ലോഡ് പറയുന്നത് തൻ്റെ അനിയനും ഈ പെൺകുട്ടിയിൽ, അല്ലെങ്കിൽ ഈ സൂഹോങ്ങിൽ താല്പര്യമുണ്ടെന്ന്. അങ്ങനെയാണ് സൂഹോങ്ങിനെ ഈ അനിയനും കയറി പിടിക്കാൻ ശ്രമിക്കുന്നത്. ഇതിനിടയിൽ ഈ സൂഹോങ് ഇവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എന്ന കാര്യം ഉറപ്പിച്ചിരിക്കുന്നു. അങ്ങനെ ഈ സൂഹോങ് ഒരു ദിവസം തൻ്റെ ക്ലിനിക്കിലേക്ക് വരാൻ വേണ്ടി ആ മൂത്ത ജ്യേഷ്ഠ സഹോദരനോട് പറയുന്നു. അയാളാണ് ആ കൊല്ലപ്പെട്ടതിൽ, ആ കാണാതായി എന്ന് പറയപ്പെടുന്ന ആ മൂത്ത സഹോദരൻ. 64 വയസ്സുകാരനായ അയാൾ ഈ സൂഹോങ് വിളിക്കുന്ന വിളിയിൽ വാങ്ങിക്കൊണ്ട് സ്ഥിരമായി പോകുന്നത് പോലെ തന്നെ ക്ലിനിക്കിലേക്ക് ആളില്ലാത്ത സമയം നോക്കി പോകുന്നു. സൂഹോങ് അവിടെ ചില മരുന്നുകൾ കരുതി വെച്ചിരുന്നു. ഇയാൾക്ക് ഈ മരുന്നുകൾ ഇത് ഉത്തേജനത്തിനുള്ള മരുന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുന്നു. ഇത് അമേരിക്കയിൽ നിന്നും പ്രത്യേകമായി തൻ്റെ മെഡിക്കൽ ആളുകളെ വെച്ചുകൊണ്ട് കൊണ്ടുവന്ന ഉത്തേജനത്തിനുള്ള മരുന്നാണ് എന്ന് പറഞ്ഞതാണ് കൊടുക്കുന്നത്. എന്നാൽ ഇത് ശരിക്കും ഒരു സെഡേറ്റീവ് ആയിരുന്നു. ആ ഒരു സെഡേറ്റീവ് കഴിക്കുന്നതോടുകൂടി ഇയാൾ ബോധരഹിതനായി മാറും. ആ ബോധരഹിതനായ അദ്ദേഹത്തെ ഈ കയറ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കി കൊല്ലുന്നു. കൊന്ന് ഒരു ഭാഗത്ത് മാറ്റിയിട്ട ശേഷം അനിയനെ വിളിച്ചു വരുത്തുകയാണ്. ഇയാൾക്ക് നേരിട്ട് മരുന്ന് കൊടുക്കാൻ കഴിയാത്തതിനാൽ ജ്യൂസിൽ കലക്കി ആ മരുന്ന് കൊടുക്കുന്നു. ആ മരുന്ന് കുടിച്ച് കുറച്ച് സമയത്തിന് ശേഷം ഇയാളും ബോധരഹിതനാവും. ഇയാളെയും ഇതുപോലെ തന്നെ കഴുത്ത് വരിഞ്ഞു മുറുക്കി കൊന്ന് ആ ഒരു രണ്ടുപേരെയും പ്ലാസ്റ്റിക് ബാഗിൽ കെട്ടി ആ കുഴിയിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇതിനിടയിൽ ഈ ഒരു സൂഹോങ്ങിന് ഉണ്ടായ ഒരു പെൺകുട്ടിയെയും ഈ സൂഹോങ്ങിന് നോക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളമായി പണം ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഇവരെ ഇത്രയും കാലം വെച്ചിരുന്നത്. പക്ഷേ ഇവർ പിന്നെയും പല ആളുകളെയും കൊണ്ടുവരുന്നത് മൂലം ഇവർക്ക് ഗതികെട്ടുകൊണ്ടാണ് ഈ സാധനം ചെയ്യേണ്ടി വന്നത് എന്നാണ് ആ സൂഹോങ് പോലീസുകാരോട് വെളിപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോഴും പല ആളുകളും വിശ്വസിക്കുന്നത് ഒരു ചതിയുടെയും വഞ്ചനയുടെയും ആളുകളുടെ ചൂഷണത്തിനെതിരെയും പ്രവർത്തിച്ച വനിതയായിട്ടാണ് പല ആളുകളും ഇന്ന് ചൈനയിൽ സൂഹോങ്ങിനെ കാണുന്നത്. പക്ഷേ ഇതെല്ലാം ആണെങ്കിലും ഈ 4 പേരെ കൊന്ന് കുഴിച്ചിട്ട് ഈ 4 പേരുടെ കാര്യം മാത്രമാണ് ഇവർ പറഞ്ഞെങ്കിലും എത്രയാണ് കൊന്നത് എന്ന് ഇപ്പോഴും വളരെ കൃത്യമായി അറിയില്ല. ഇതിനിടയ്ക്ക് ആരെയെങ്കിലും കൊന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ കൊന്ന് എവിടെയെങ്കിലും മറവ് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം പറഞ്ഞിട്ടില്ല. വിചാരണ 2011 തുടങ്ങുകയും അതിനിടയ്ക്ക് മറ്റേ വിധി വരുന്നു. വധശിക്ഷ, ഈ 4 പേരെയും കൊന്ന് കുഴിച്ചിട്ട ഈ സീരിയൽ കില്ലറെ ആയ വനിതയ്ക്ക് വധശിക്ഷ വിധിക്കുന്നു. 2012 തന്നെ, അതായത് ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ഈ സ്ത്രീയെ തലയ്ക്ക് വെടിവെച്ചുകൊണ്ട് കൊല്ലുകയാണ്. ഈ സ്ത്രീയുടെ മകളെയും മറ്റ് ചെറിയ കുട്ടികളെയും അവരുടെ വീട്ടുടമസ്ഥരായ മറ്റു ചില ബന്ധുക്കൾ കൊണ്ടുപോയി സംരക്ഷിച്ചു എന്നാണ് നമുക്കറിയുന്നത്. കൂടുതൽ ഇതുപോലെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുടെ ഏറ്റവും അമ്പരപ്പിക്കുന്ന വിശേഷങ്ങളുമായി